ഇന്ന് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസിൻ്റെ 3-ാമത്തെ ദിവസം തുടങ്ങുകയാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ ഏരിയാസും എടുത്തിട്ടാണ് ഇനിയുള്ള പ്രാക്ടീസുകൾ. റിലേഷൻഷിപ്പാണ് ഇന്ന് നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ഏരിയ. നമ്മളെ കാണാനും കേൾക്കാനും ആരുമില്ലെങ്കിൽ ജീവിതത്തിൽ സന്തോഷവും ആനന്ദവും അനുഭവിക്കാൻ കഴിയുകയില്ല. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു ചിത്രം നമ്മൾ വരച്ചാൽ അത് കാണാൻ ആളുകൾ ഉണ്ടാകുമ്പോഴാണ് സന്തോഷവും ആനന്ദവും ഉണ്ടാകുന്നത്. എങ്ങനെയാണ് ബന്ധങ്ങളെ ശക്തമാക്കാൻ കഴിയുന്നത്? കൃതജ്ഞത അഥവാ ഗ്രാറ്റിറ്റ്യൂഡ് പരിശീലിക്കുന്ന ആളുകൾക്ക് സുദൃഢ ബന്ധങ്ങൾ ഉള്ളതായി പഠനങ്ങൾ കാണിക്കുന്നു. അതുപോലെ ഗവേഷണ പഠനത്തിൽ നിന്ന് വന്നിട്ടുള്ള ഏറ്റവും അമ്പരിപ്പിക്കുന്ന വസ്തുത എന്താണെന്നോ? മറ്റൊരാളെ പറ്റിയുള്ള ഓരോ പരാതിയും അത് ചിന്തയിലോ വാക്കിലോ ആയാലും ആ ബന്ധങ്ങളിൽ വിള്ളലുണ്ടാക്കുന്നു. അതിനാണ് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുന്നത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് കൂടുതലും അവരുടെ ഫോക്കസ് എന്ന് പറയുന്നത് പരാതികളിൽ മാത്രമാണ്. പരാതികളുടെ ശ്രദ്ധ മാറ്റി അവർ ചെയ്ത നന്മകളിലേക്ക് ശ്രദ്ധ തിരിക്കുമ്പോൾ നമ്മുടെ ബന്ധങ്ങൾ വളരെയധികം സന്തോഷകരമാകും. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ റിലേഷൻഷിപ്പിന് വളരെയധികം പ്രാധാന്യമുണ്ട്. നമ്മുടെ ഓരോരുത്തരുടെയും ആനന്ദവും സന്തോഷവും എല്ലാം നിൽക്കുന്നത് ബന്ധങ്ങളിലാണ്. ജീവിതത്തിൻ്റെ വിജയം 75% റിലേഷൻഷിപ്പിൽ നിന്നാണ്. ഏറ്റവും കൂടുതൽ നമുക്ക് സന്തോഷവും സമാധാനവും ലഭിക്കുന്നത് റിലേഷൻഷിപ്പ് ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകുമ്പോഴാണ്. വാക്കുകൾ വളരെ ശക്തിയുള്ളവയാണ്. അതുകൊണ്ട് നമ്മൾ ആരെങ്കിലും പറ്റി പരാതിപ്പെടുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിലേക്കാണ് ദോഷമുണ്ടാവുന്നത്. ആകർഷണ നിയമപ്രകാരം എന്താണെന്നോ, നമ്മൾ ചിന്തിക്കുന്നതും പറയുന്നതും നമ്മുടെ ജീവിതത്തിലേക്ക് കൂടുതൽ ആകർഷിക്കപ്പെടുന്നു എന്നതാണ്. ഇന്നത്തെ പ്രാക്ടീസ് സെക്ഷനിലേക്ക് നമുക്ക് കടക്കാം. നമ്മൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട 3 വ്യക്തികളെ തിരഞ്ഞെടുക്കുക. ഉദാഹരണം, പാരൻസ് ആവാം, റിലേറ്റീവ്സ് ആവാം, ഹസ്ബൻഡ് വൈഫ് ആവാം, ഫ്രണ്ട്സ് ആവാം, ബിസിനസ് പാർട്ട്നേഴ്സ് ആവാം. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന 3 വ്യക്തികളെ തിരഞ്ഞെടുക്കുക. അവരുടെ 3 പേരുടെയും ഫോട്ടോസുകൾ കളക്ട് ചെയ്യുക. അതിനുശേഷം അവർ എന്തൊക്കെയാണ് നമ്മൾക്ക് ചെയ്തു തന്നിട്ടുള്ള നന്മകൾ, അവരുടെ നന്മകൾ എന്തൊക്കെയാണ്, അവരുടെ ഗുഡ് ക്വാളിറ്റീസ് എന്താണ് എന്ന് എഴുതാൻ ശ്രമിക്കുക. ഓരോരുത്തർക്കും 10 നന്മകൾ വെച്ച് അവരുടെ നന്മകളെക്കുറിച്ച് എഴുതാൻ ശ്രമിക്കുക. നമ്മളത് എഴുതുമ്പോൾ നമ്മളുടെ മനോഭാവത്തിനാണ് മാറ്റം വരുന്നത്. അവരെക്കുറിച്ചുള്ള നമ്മളുടെ മനോഭാവമാണ് മാറുന്നത്. നമ്മളുടെ ഫോക്കസ് എവിടേക്കായിരിക്കും? അവരുടെ നന്മകളിലേക്കായിരിക്കും. പരാതികളിൽ നിന്ന് നന്മകളിലേക്ക് ഫോക്കസ് ചെയ്യുമ്പോൾ നമ്മളുടെ മനോഭാവം തന്നെ മാറും, നമ്മുടെ വീക്ഷണങ്ങൾ തന്നെ മാറും. ഇതാണ് അവിടെ സംഭവിക്കുന്നത്. 2-ാമത്തെ പ്രാക്ടീസ് എന്ന് പറയുന്നത് ഗ്രാറ്റിറ്റ്യൂഡ് സ്റ്റോൺ ആണ്. എല്ലാ ദിവസവും രാത്രി ഗ്രാറ്റിറ്റ്യൂഡ് സ്റ്റോൺ കയ്യിലെടുത്ത് ഇന്ന് നമ്മൾക്ക് ലഭിച്ചിട്ടുള്ള ഓരോ അനുഗ്രഹങ്ങളും സന്തോഷ നിമിഷങ്ങളെ ഓർത്ത് പ്രപഞ്ചത്തോട് അഥവാ യൂണിവേഴ്സിനോട് അല്ലെങ്കിൽ ഈശ്വരനോട് നന്ദി പറയുക. അതുപോലെ നമ്മൾ ആദ്യം തയ്യാറാക്കിയ ഡ്രീം ലിസ്റ്റ് വായിക്കുക. ഇതാണ് ഇന്നത്തെ സെഷനിൽ നമ്മൾ ചെയ്യേണ്ട പ്രാക്ടീസുകൾ. താങ്ക് യു.